നമസ്കാരം. നമസ്തേ. നാസയുടെ മൂൺ ബേസ് പദ്ധതി നമുക്കറിയാം. ബഹിരാകാശ രംഗത്ത് വലിയ തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു അമേരിക്കയുടെ പ്രസ്ഥാനമാണ് നാസ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നാസയുടെ ഈ മൂൺ ബേസ് പദ്ധതിയിൽ ഇന്ത്യയെ കൂടി ചേർക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ISROയോടും സംസാരിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇത് ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം കൂടിയല്ല. ഇതിനപ്പുറത്തോട്ട് ഇനിയിപ്പം പല കാര്യങ്ങളും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ പോലും പിന്നിൽ നിന്നും പാര വെക്കുന്ന ഒരു പ്രക്രിയ എക്കാലത്തും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു സ്വാഗതത്തെ അല്ലെങ്കിൽ നാസയുമായി ചേർന്നുകൊണ്ടുള്ള ISROയും നാസയും ഒരുമിച്ച് കൊണ്ടുള്ള ഈ ഒരു മൂൺ ബേസ് പദ്ധതിയുടെ നല്ല കാര്യം, മീൻസ് ഇതൊരു നല്ല പ്രവൃത്തി മാത്രമായിട്ട് അമേരിക്കയുടെ കാണാൻ പറ്റുമോ, അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ? എന്താണ് ശരിക്കും ഈ നാസയുടെ മൂൺ ബേസ് പദ്ധതി എന്നറിയപ്പെടുന്നത്? അമേരിക്കയുടെ മൂൺ ബേസ് പദ്ധതിയിൽ ഭാഗമാകാൻ അമേരിക്ക ഔദ്യോഗികമായിട്ട് ഇന്ത്യയെ ക്ഷണിച്ചു എന്നുള്ള ഒരു വാർത്ത ഇന്നലെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ വിഭാവനം ചെയ്യുന്ന ചന്ദ്രനിലെ ഒരു ബേസ് ഉണ്ടാക്കുക എന്നുള്ള, അതുപോലെ തന്നെ ചന്ദ്രനിലെ വിഭവങ്ങൾ ഖനനം ചെയ്യുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഗവേഷണങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ മൂൺ ബേസ് പരിപാടി അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് അവര് ആർട്ടിമിസ് അക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരു കരാറും ഉണ്ടായിരുന്നു. പക്ഷെ അത് നോൺ ബൈൻഡിങ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ അത് പാലിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എങ്കിലും ലോകത്തിലെ ഭൂമിക്ക് പുറത്തുള്ള വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ആദ്യത്തെ ഒരു കാൽവെപ്പ് എന്നുള്ള നിലയിൽ ആർടെമിസ് അക്കോർഡിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അപ്പോൾ ആർടെമിസ് അക്കോർഡ് പ്രകാരം ഇന്ത്യ ആർടെമിസ് അക്കോർഡിൽ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമേ തന്നെ ഞാൻ പറയാം, റഷ്യയും ചൈനയും ഒപ്പിട്ടിട്ടില്ല. അപ്പോ ഈ ഒരു കരാറും ആർടെമിസ് കരാറും മൂൺ ബേസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും. അതായത് മുഖ്യമായിട്ട് ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ചന്ദ്രനിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന്റെ ഒരു ആദ്യ പടിയാണ് എന്ന് കൂട്ടിക്കോളൂ. അതിലും ഒരു അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഓപ്പൺ സയന്റിഫിക് ഡേറ്റ ഷെയറിങ് അതും ചർച്ച ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ച് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. അവിടെ വെച്ചിട്ട് ISROയുടെ ചെയർമാൻ നാരായണനും ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറും തമ്മിലാണ് ഈ ചർച്ച നടന്നത്. ഈ ചർച്ചയെ തുടർന്ന് പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ചാണ് ഔദ്യോഗികമായിട്ട് നാസ ISROയെ മൂൺ ബേസ് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചത് എന്ന് നമ്മൾ അറിയുന്നു. തീർച്ചയായിട്ടും പ്രഥമ ദൃഷ്ട്യാ ഇത് ഇന്ത്യക്ക് നൽകുന്ന ഒരു അംഗീകാരം തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. കാരണം അമേരിക്കൻ പത്രങ്ങളിൽ 2010-12 കാലഘട്ടം വരെ ഇന്ത്യ എന്തെങ്കിലും റോക്കറ്റോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മൂൺ മിഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാളവണ്ടിയിൽ റോക്കറ്റ് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാർട്ടൂൺ പോലത്തെ ഒരു പടവും കൂടെ അതിനോടൊപ്പം ചേർക്കും വാർത്തയിൽ. ഇത് നിരന്തരം അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. അതായത് ഞാൻ 2012 അവസാനമായിട്ട് ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ ഇത്തരം ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് പതുക്കെ അവർ അതിൽ നിന്നും പിന്മാറാൻ തുടങ്ങി. അത് ആദ്യമായിട്ട് വന്ന ഇന്ത്യയുടെ മാർസ് മിഷൻ മംഗൾയാൻ വിജയിച്ചതിനെ തുടർന്നാണ്. പിന്നീട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇന്ത്യ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയപ്പോൾ അത് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അപ്പൊ ഇത് ഇന്ത്യക്ക് അമേരിക്ക നൽകുന്ന ഔദാര്യമാണ് അമേരിക്കയുടെ ഒരു പരിപാടിയിൽ ഇന്ത്യയെ പങ്കെടുപ്പിക്കുന്നത് എന്ന് കരുതണ്ട. ഇത് അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇന്റർ പ്ലാനറ്ററി മിഷനുകളിൽ, അതായത് ഗ്രഹാന്തര മിഷനുകളിൽ സ്വന്തമായിട്ട് ഇന്ത്യ നേട്ടം ഉണ്ടാക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് അവര് എന്തൊക്കെ ചെയ്യുന്നു നമ്മളോട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിനെ എപ്പോഴും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ ഇന്ത്യ വികസിപ്പിക്കുന്നതിനെതിരെ ഉപരോധം കൊണ്ടുവന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ത്യക്ക് പിന്നെ റഷ്യ ക്രയോജനിക് എഞ്ചിനുകൾ 1990 പകുതിയിൽ വിൽക്കാൻ തയ്യാറായപ്പോൾ അമേരിക്കൻ ഉപരോധം കാരണം പിന്നീട് അവർക്ക് അതിന്റെ വിൽക്കാനോ സാങ്കേതികത കൈമാറാനോ ഒന്നും പറ്റിയില്ല. കാരണം അമേരിക്കയാണ് തടസ്സമിട്ടത്. അപ്പൊ അമേരിക്ക ഓരോ പടിയിലും ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് പാരവെച്ച രാജ്യമാണ്.
അപ്പോ യഥാർത്ഥത്തിൽ നാരായണനും സെർജിയോ ഗോറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ വ്യക്തിപരമായിട്ട് ഞാൻ സംശയത്തോടു കൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. അതിൽ നിന്നും അധികം നന്മയൊന്നും ഉണ്ടാകാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ അതേസമയം അതിനൊരു മറുവശം കൂടി ഞാൻ പറയാം. പണ്ടത്തെ ലോകത്തിലായിരുന്നു നമ്മൾ ശത്രുക്കളോട് സംസാരിക്കാറ്. പണ്ടത്തെ നാട്ടിൻപുറത്തൊക്കെ രണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കിട്ടാല് ഒരാളെ മറ്റേ ആളെ കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിച്ചു നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. അങ്ങനെയല്ല ഇന്നത്തെ ലോകത്തിൽ. നിങ്ങളുടെ ശത്രുവിനെ കാണുമ്പോഴും നിങ്ങൾ ചിരിച്ച് ഹസ്തദാനം ചെയ്യും. എന്തെന്നാൽ ശത്രുവിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. സ്നേഹമുള്ളതുകൊണ്ടല്ല, പണ്ടത്തെ പോലെ തന്നെയാണ് ശത്രു തന്നെയാണ് ഇപ്പോഴും. പക്ഷെ പണ്ടത്തേനേക്കാൾ കൗശലവും ബുദ്ധിയുമാണ്. യുദ്ധങ്ങൾ ശരീരശക്തി കൊണ്ട് മാത്രമല്ല, മനസ്സിന്റെയും തലച്ചോറിന്റെയും ശക്തി കൊണ്ടാണ് ഇന്ന് യുദ്ധങ്ങളും വഴക്കുകളും ഒക്കെ നേരിടുന്നത്. അപ്പോ അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നിങ്ങൾ ശത്രുവുമായിട്ട് എൻഗേജ് ചെയ്യണം. പോളിസി ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ വിദേശ നയത്തിൽ ഒരു പ്രത്യേക ഘടകമുണ്ട്. അത് കാരണമാണ് ചൈനയുമായിട്ട് അമേരിക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു 2-3 വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരിക്കും. കാരണം എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അത് കുറെ കാര്യങ്ങൾ വെളിയിൽ വരും. അമേരിക്ക ഒരു സൈക്കോളജിക്കൽ വാർഫെയറിൽ ചൈനയേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. ചൈനയ്ക്ക് ഫിസിക്കലായിട്ടുള്ള മിലിറ്ററി അസറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ സൈക്കോളജിക്കൽ വാർഫെയർ അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ അവരുടെ പഠനങ്ങൾ എത്തുന്നതേ ഉള്ളൂ. അപ്പോ ഇതാണ് അതിന്റെ ഒരു വസ്തുത. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയോട് എൻഗേജ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരിക്കലും ഒരു ചർച്ചയിൽ ഞാൻ ഒരിക്കലും ഹെൻറി കിസിഞ്ചറുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, യു ആർ ഡൂംഡ് ഇഫ് യു ആർ ദ എനിമി ഓഫ് the United States, and being a friend of the United States is also lethal. So both ways you are going to suffer. So it's always better to keep the United States at a hand's distance. ഇത് ഹെൻറി കിസിഞ്ചർ പറഞ്ഞ. അമേരിക്കയായിട്ട് പിണങ്ങിയാല് നിങ്ങളുടെ നാശമാണ്. അമേരിക്കയായിട്ട് അടുത്താലും നിങ്ങൾക്ക് ഒരുപാട് പരിക്ക് പറ്റും. ഇതിന്റെ ഒരു ഇടയ്ക്കുള്ള ഒരു വഴിയുണ്ട്. അതായത് ഒരു കൈ അകലത്തിൽ നിന്നുകൊണ്ട് അമേരിക്കയുമായിട്ട് ഇന്ററാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക, സംവേദനം, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുക. അപ്പോ അമേരിക്കയായിട്ട് നടത്തിയ ചർച്ച ഞാൻ പൂർണ്ണമായിട്ട് അത് തെറ്റാണെന്ന്, കാരണം അമേരിക്കയായിട്ട് ചർച്ച നടത്താതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ അമേരിക്ക ഇന്ത്യയുടെ അഭ്യുദയകാംക്ഷ അല്ല എന്നുള്ള ഒരു തത്വം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ISRO ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ ISROയുടെ നമ്മളിപ്പം മൂൺ ബേസ് മിഷനിൽ അംഗമായി. മൂണിൽ ചെന്നിട്ടല്ലേ മൂണിന്റെ ബേസ് മിഷനിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചന്ദ്രൻ വരെ എത്താനുള്ള റോക്കറ്റുകൾ തയ്യാറാക്കിയതിലൊന്നും അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല. ഇന്ത്യക്ക് ഒരു സഹകരണം തന്നിട്ടില്ല. മാത്രമല്ല ഓരോ ഘട്ടത്തിലും അത് പാര വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ISRO നേരിടുന്ന പ്രതിസന്ധിയിലും അമേരിക്കയുടെ ഒരു കൈയുണ്ട്. അമേരിക്കൻ ചാര സംഘടനകൾ അതിന്റെ പിന്നിലുണ്ടാകും എന്നാണ് ഒരു സൂചന. പക്ഷെ അതൊക്കെ നിൽക്കുമ്പോഴും ഇനി നമുക്ക് ഈ ആർട്ടിമിസ് അക്കോർഡിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. ആർട്ടിമിസ് അക്കോർഡ് എന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റു ഗ്രഹങ്ങളിലെ, അതായത് ഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉള്ള ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും, അതുപോലെ ഔട്ടർ സ്പേസിന്റെയും ഒന്ന് സേഫ്റ്റി, സുരക്ഷ, പിന്നെ പീസ്ഫുൾ ആൻഡ് സസ്റ്റൈനബിൾ എക്സ്പ്ലോറേഷൻ, സമാധാനപരമായിട്ടും നിലനിൽക്കുന്ന രീതിയിലുമുള്ള ഒരു അന്യഗ്രഹങ്ങൾ പര്യവേഷണം നടത്തുക, എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ ബഹിരാകാശം എക്സ്പ്ലോർ ചെയ്യുക. ഇക്കാര്യത്തിലൊക്കെ പരസ്പരം സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർട്ടിമിസ് അക്കോർഡ് 2020 കൊണ്ടുവന്നത്. ഇന്ത്യ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. 70 രാജ്യങ്ങൾ ഇതുവരെ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളായ റഷ്യയും ചൈനയും ഒപ്പിട്ടിട്ടില്ല. അപ്പോ റഷ്യ പറയുന്നത് ഇത് അമേരിക്കയുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. അതായത് ഭൂമിയിലെ മാത്രമല്ല ബഹിരാകാശത്തെയും അന്യഗ്രഹങ്ങളിലെയും നിയമങ്ങൾ അമേരിക്ക തീരുമാനിക്കും എന്ന് ഭംഗ്യന്തരേണ പറയുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ന്യായീകരണമാണ് ഈ ആർട്ടിമിസ് അക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അവരതിൽ ഒപ്പിട്ടിട്ടില്ല. മാത്രമല്ല റഷ്യ പറയുന്നത് ഇങ്ങനെ ഒരു ഉടമ്പടി കൊണ്ടുവരേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭയാണ്.
പക്ഷെ ഐക്യരാഷ്ട്രസഭ അങ്ങനെ ഒരു ഉടമ്പടി കൊണ്ടുവരാത്തിടത്തോളം കാലം ഇതിന് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രവുമല്ല, ഇതില് പലപ്പോഴും അമേരിക്കയുടെ കോർപ്പറേറ്റുകൾ ഈ പിന്നെ ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളിലെയും വിലയേറിയ വസ്തുക്കൾ അവർക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രവും ഇതിന്റെ പിന്നിലുണ്ടാവും. ഏറ്റവും നല്ല പ്രദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം എന്ന അവസാനം അവർ ബാക്കിയുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കും. ഇതാണ്. പക്ഷെ ഇന്ത്യ അതിൽ നിന്ന് മാറി നിൽക്കാതിരുന്നത് എനിക്ക് തോന്നുന്നു. കാരണം റഷ്യയോ ചൈനയോ ഇങ്ങനെ ഒരു ഉടമ്പടിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക ഉടമ്പടി ആർട്ടിമിസ് അക്കോർഡാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അതിൽ ഒപ്പിടാതിരുന്നാൽ നമുക്ക് അവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ്, കാരണം ഇന്ന് പിന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഒന്നോ രണ്ടോ രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഇന്ത്യയാണ്. ഏഷ്യയിൽ നിന്ന് ആദ്യം ചൈനയേക്കാൾ മുമ്പ് നമ്മളാണ് അത് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് റഷ്യ അത് ചെയ്യാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു, സോഫ്റ്റ് ലാൻഡിങ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചില മേഖലകളിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് നമ്മൾ നിലനിർത്തണം. നമുക്ക് ചന്ദ്രനിലെ ചില പ്രദേശങ്ങളിൽ നമുക്ക് ഒരു സേ ഉണ്ടാവണം. അല്ലെങ്കിൽ ഭാവിയിൽ ചന്ദ്രന്റെ വിഭവങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ആദ്യം അവിടെ ചെന്നവർക്കായിരിക്കും അതിനുള്ള അവകാശം കൂടുതൽ കിട്ടുന്നത്. അപ്പോ അവിടെ നിലയുറപ്പിച്ചു എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലെയിംസ് ഈ ആർട്ടിമിസ് അക്കോർഡ് പ്രകാരമുള്ള സംഘടനയിൽ നമ്മൾ നമ്മുടെ ക്ലെയിംസ് വെക്കാൻ ഒരു അവസരമാണ്. അപ്പൊ നമ്മൾ ക്ലെയിംസ് വെച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഇന്ത്യ അതിനകത്തിൽ ഒത്തുചേർന്നത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ ഒരു സഹകരണം അത് എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതേസമയം തന്നെ ഇപ്പോ അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് ഈ അടുത്ത സമയത്ത് നാസയും ISRO കൂടെ ചേർന്നിട്ട് ഒരു സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉള്ള ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. നിസാർ എന്ന ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. ആ നിസാർ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭാവിയിലേക്ക് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ലോകത്തിന് തന്നെയും ഒരുപാട് സൂക്ഷ്മതയുള്ള ഫോട്ടോകൾ, ഭൂമിയെക്കുറിച്ചുള്ള ഫോട്ടോകൾ അയക്കുകയും പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളത് മുൻകൂട്ടി പ്രവചിക്കാൻ ശേഷിയുമുള്ള ഒരു സാറ്റലൈറ്റ് ആണ് നിസർ. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം വെഞ്ചറുകളൊക്കെ, ഇത്തരം ഇനിഷ്യേറ്റീവ്സ് ഒക്കെ തീർച്ചയായിട്ടും അത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യും. അപ്പൊ ഈ ഒരു ഉദാഹരണമാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഭാവിയിൽ അമേരിക്ക ഏതെങ്കിലും രീതിയിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അമേരിക്ക എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ISROയ്ക്ക് അതിന്റെ ഗുണം കിട്ടാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇനി രണ്ട് ടെക്നോളജിയുടെ മാത്രമേ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇപ്പൊ നിലവിലുള്ള ടെക്നോളജികളിൽ ഒറ്റ ടെക്നോളജി മാത്രമേ ഇന്ത്യക്ക് കയ്യെത്താത്ത ദൂരത്ത്, അതും കയ്യെത്തുന്ന ദൂരത്ത് തന്നെയാണ്, ഇന്ത്യയുടെ കൈവശമില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ സെമി ക്രയോജനിക് എഞ്ചിൻ. സെമി ക്രയോജനിക് എഞ്ചിനൂടെ കൈവശം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അവർക്ക് തുല്യമാണ്. പിന്നെ മെത്തലോക്സ് എഞ്ചിനെ കുറിച്ച് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. മീതയിൽ ഉപയോഗിക്കുന്ന എഞ്ചിന്, ആ എഞ്ചിന് ഇന്ത്യയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇതുപോലുള്ള പുതിയ ഇന്ധനങ്ങളും പുതിയ റോക്കറ്റ് എഞ്ചിനുകളും വരും. ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ ഇന്ത്യക്കും ഉണ്ടാക്കാൻ സാധിക്കും. തൽക്കാലത്തേക്ക് അമേരിക്ക ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മുൻനിരയിലാണ്. റഷ്യയും അമേരിക്കയാണ് മുന്നില്, ചൈന തൊട്ട് പുറകിലുണ്ട്, നമ്മൾ അതിന്റെയൊക്കെ പുറകിലാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം മേഖലകളിൽ സഹകരിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ശരി, നമുക്ക് തൽക്കാലം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമുക്ക് ഇതിനെ സ്വാഗതം ചെയ്യാം. വലിയൊരു സന്തോഷമൊന്നും വരേണ്ട കാര്യമില്ല. നമ്മൾ എതിർത്താലും അമേരിക്കയായിട്ട് ഈ പറയുന്ന എൻഗേജ്മെന്റ് നിലനിർത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് കടിച്ചു പിടിച്ച് ഈ ഒരു അമേരിക്കയ്ക്ക് ഒരു കൈ കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം.